ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ പൊതുസമൂഹത്തിന് അതിനെപ്പറ്റി കൂടുതൽ ധാരണ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ എന്താണ് ഹീറ്റ് ഇൻഡെക്സ്? അതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലൊരു ഉഷ്ണ സൂചിക എന്ന് പറയാം. ഉഷ്ണം എന്ന് പറയുന്ന വാക്ക് വെറും താപം മാത്രമല്ല, അതിനകത്ത് നീരാവിയുടെ ഒരു അംശം കൂടി, ആവിയുടെ അംശം കൂടിയുണ്ട്. നമുക്കറിയാം ആവി കൊണ്ട് പൊള്ളുന്നത് സാധാരണ തീ കൊണ്ട് പൊള്ളുന്നതിനേക്കാൾ അതിൻ്റെ തീവ്രത കൂടുതലാണ്. കാരണം ഈ നീരാവി ആകണമെങ്കിൽ വെള്ളം ഒരു ഫേസ് ചേഞ്ച് സംഭവിക്കണം. ലിക്വിഡിൽ നിന്നും ഗ്യാസിലേക്കുള്ള ഒരു ഫേസ് ചേഞ്ച് സംഭവിക്കണം. ആ ഫേസ് ചേഞ്ച് സംഭവിക്കണമെങ്കിൽ എക്സ്ട്രാ താപം ആഗിരണം ചെയ്ത് മാത്രമേ ഈ ഫേസ് ട്രാൻസിഷൻ നടക്കുകയുള്ളൂ. അതിനാണ് നമ്മൾ ലീനതാപം അല്ലെങ്കിൽ ലേറ്റൻ ഹീറ്റ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഈ അന്തരീക്ഷത്തിലുള്ള നീരാവി പിന്നെ തണുത്ത് വീണ്ടും വെള്ളമാകുമ്പോൾ എത്രത്തോളം അളവ് താപമാണോ ആവിയാകാൻ വലിച്ചെടുത്തത് അത്രയും അളവ് താപം റിലീസ് ചെയ്യും, പുറത്തേക്ക് വിടും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവി വന്ന് തട്ടി അത് വെള്ളത്തുള്ളിയായി മാറുമ്പോൾ ഈ ലീനതാപം നമ്മുടെ ശരീരത്തിലേക്കാണ് നേരിട്ട് പൊള്ളലാണ്, എക്സ്ട്രാ ചൂടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു പുഴുങ്ങുന്ന ഫീലിംഗ് തോന്നുക. അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത് വല്ലാത്തൊരു പുഴുക്ക് അല്ലെങ്കിൽ പുഴുങ്ങൽ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ആ ഒരു ഫീൽ വരിക. അവിടെ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കൊണ്ട് അതോടൊപ്പം നീരാവിയിൽ അടങ്ങിയിട്ടുള്ള ലീനതാപ എക്സ്ട്രാ താപത്തിൻ്റെ പ്രശ്നം കൊണ്ട് അപ്പോൾ ഡബിൾ ഡാമേജാണ് നമുക്ക് സംഭവിക്കുന്നത്. മറ്റൊന്ന്, എയറിൻ്റെ ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കും തോറും അതിന് കൂടുതൽ നീരാവിയെ ഉൾക്കൊള്ളാനുള്ള കഴിവും കൂടിയുണ്ട്. അപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചാൽ ഏകദേശം 7% അധികം താപത്തെ ഉൾക്കൊള്ളും. ആ എക്സ്ട്രാ ആവി കൊണ്ടുള്ള പൊള്ളൽ വീണ്ടും കൂടും. അപ്പോൾ ഓരോ ഡിഗ്രി കൂടുന്തോറും ഈ വായുവിൽ കൂടുതൽ താപം ഉണ്ടാവുകയും അല്ലെങ്കിൽ നീരാവി ഉണ്ടാവുകയും ആ നീരാവി കൊണ്ടുള്ള പൊള്ളൽ കൂടുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മളൊരു കോസ്റ്റൽ ഏരിയയാണ്, തീരപ്രദേശമാണ്. ഒരു ഉച്ച സമയം ആകാറാകുമ്പോൾ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ തന്നെ കടൽക്കാറ്റ് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. ഈ കടൽ ഓൾറെഡി ചൂട് പിടിച്ചിരിക്കുകയാണ്. കടലിൻ്റെ താപനില ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിന് മേലെ എത്തി അറബിക്കടലിൽ, കേരള തീരത്ത്. അപ്പം കേരളത്തിന് ചുറ്റും ഇങ്ങനെ തിളച്ചു മറിയുന്ന ഒരു കടൽ അവിടെയുണ്ട്. ആ കടലിൽ നിന്നുള്ള നീരാവി കരയിലേക്ക് കയറി വരുന്നു. കര ഓൾറെഡി ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം ഏതെല്ലാം രീതിയിലാണ് ഇതിൻ്റെ എഫക്റ്റ്. ഇതെല്ലാം കൂടെ ക്യുമുലേറ്റീവ് എഫക്റ്റാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹീറ്റ് ഇൻഡെക്സ് എന്താണെന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എയർ ടെമ്പറേച്ചർ ഒരു 38 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് നമ്മൾ ശതമാനത്തിലാണ് പറയുക, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത എന്ന് പറയും. 38 ഡിഗ്രി ഒരു 50%വുമാണ് ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എങ്കിൽ നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്നത് ഏതാണ്ട് 45 ഡിഗ്രി സെൽഷ്യസിലും അധികമാണ് താപം. അപ്പോഴും എയർ ടെമ്പറേച്ചർ നമ്മൾ 38 പറയുന്നുള്ളൂ, നമ്മുടെ ശരീരം അനുഭവിക്കുന്നത് 45 അടുത്ത് വരുന്നുണ്ട്. ഇനി എയർ ടെമ്പറേച്ചർ 38 തന്നെ, പക്ഷേ ഹ്യൂമിഡിറ്റി ഒരു 10% കൂടി ഒരു 60 അല്ലെങ്കിൽ 70 ഒക്കെ ആയാൽ 48 ഡിഗ്രി, 49, 50 ഡിഗ്രിക്ക് അടുത്താണ് നമ്മുടെ ശരീരം അനുഭവിക്കുക. അപ്പോൾ ഇത് ആരും കാണുന്നില്ല. അപ്പോഴും കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പ്രകാരം 38 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഈ ലീനതാപം കൊണ്ടുള്ള അസ്ഥിതകൾ അല്ലെങ്കിൽ നമ്മുടെ റിസ്കുകൾ കൂടും. ഇത് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കുമെല്ലാം ഉള്ള ഒരു പ്രശ്നമാണ്. ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആൾക്കാർ, പ്രായമായവർ, ചെറിയ കുട്ടികൾ, അതുപോലെ ഗർഭിണികൾ, ഇങ്ങനെ വൾണറബിളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് ഇവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് ഫിസിയോളജിക്കൽ ഇഫക്റ്റ് ഉണ്ടാകും. അത് നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല. മനുഷ്യന് മാത്രമല്ല ഈ പ്രശ്നം, മൃഗങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ പശു, അതുപോലെ ആട്, ഇവയൊക്കെ കെട്ടിയിട്ട് വളർത്തുകയും ചിലപ്പോൾ നമ്മൾ വയലിലൊക്കെ ഓപ്പൺ ഏരിയയിലായിരിക്കും നിർത്തുക. അവയ്ക്കും ഇതേ പ്രശ്നമുണ്ട്. വയലിലൂടെ നുരയും പതയൊക്കെ വന്ന് പെട്ടെന്ന് ഒരു നിമിഷം ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് ഈ ഇപ്പം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയോട് ചേർന്ന് കഴിയുന്നൊരു പ്രദേശമാണ്. അപ്പോൾ അറിയാം, സൂര്യൻ എപ്പോഴും ഈ ഒരു 23.5 ഡിഗ്രി നോർത്തും 23.5 ഡിഗ്രി സൗത്തിനും ഉള്ളിലായിരിക്കും. അതായത് ഭൂമധ്യരേഖയുടെ അപ്പുറം ഇപ്പുറമായിട്ടായിരിക്കും സൂര്യൻ്റെ പൊസിഷൻ എപ്പോഴും ഉണ്ടാകും. ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിഷു ആഘോഷിച്ചതേ ഉള്ളൂ, കേരളത്തിൻ്റെ തലയ്ക്ക് മേലെയാണ്. അപ്പോൾ ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന കിരണങ്ങളിൽ അൾട്രാവയലറ്റ് രശ്മികൾ കൂടിയുണ്ട്. അതിൻ്റെ തോത് വളരെ കൂടുതലാണ്. സൂര്യപ്രകാശം നേരെ തലയ്ക്ക് ലംബമായിട്ടെത്തുമ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത ഒട്ടും ചോരാതെ നേരെ നമ്മുടെ തലയിലെത്തും. പ്രത്യേകിച്ച് ഇപ്പോൾ ക്ലിയർ സ്കൈ കണ്ടീഷനാണ് പൊതുവിൽ. അപ്പം അന്തരീക്ഷത്തിൽ മേഘങ്ങളുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതൊക്കെ അബ്സോർബ് ചെയ്തും അതുപോലെ റിഫ്ലക്റ്റ് ചെയ്തും പോകും. പക്ഷേ ഒന്നുമില്ലാതെ തെളിഞ്ഞ ആകാശത്തിൽ ഇത് നേരെ ഒട്ടും ഇൻറ്റൻസിറ്റി ചോരാതെ നമ്മുടെ തലയിൽ മേലെത്തും. ആ അൾട്രാവയലറ്റ് രശ്മികൾ നേരെ നമ്മുടെ ശരീരത്തിൽ തൊള്ളുന്നത് കുറേ നേരമായാൽ 2-3 മണിക്കൂറൊക്കെ നേരിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഗുരുതരമാണ് പ്രശ്നം.
അതുകൊണ്ടാണ് ഒരു പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് നമ്മൾ സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കരുത്. അതുപോലെ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. ഒരുപാട് കാര്യങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥ വകുപ്പുമൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. അപ്പോൾ ഹീറ്റ് ഇൻഡെക്സും UV ഇൻഡെക്സും രണ്ടും കൂടി പ്രശ്നമാണ്. ഇത് രണ്ടും പ്രശ്നമാണ്. അത് തന്നെ കേരളത്തിൽ ഈ മലയോര മേഖലകളിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഉയർന്ന പ്രദേശങ്ങളാണ്. അവിടെയും അതുപോലെ കോസ്റ്റൽ ഏരിയയിലുമൊക്കെ UV ഇൻഡെക്സ് വളരെയധികം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ നമ്മൾ നേരിടേണ്ടത് ഒരേ സമയം പല പ്രതിസന്ധികളെയാണ്. വെയിലെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാലായില്ല. വെയിലിൽ ഈ അൾട്രാ വയലറ്റ് ഉണ്ട്, ചൂടിൻ്റെ കാഠിന്യമുണ്ട്, അതോടൊപ്പം ഹ്യൂമിഡിറ്റി എക്സ്ട്രാ കയറി വരുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോഴാണ്, അതുകൂടാതെ മറ്റ് പരോക്ഷമായിട്ടുള്ള നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പം വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ് ശരിയായ അർത്ഥത്തിൽ നമ്മൾ നേരിടുന്നത്.